Hi, it's Bill Chelias from Good Design. പുതിയൊരു കളക്ഷനാണ് ജാം കോട്ടൺ ടോപ്പ് വന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും വിത്ത് വോയിൽ കോട്ടൺ ദുപ്പട്ട വരുന്നത് സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്ന പീസിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പർ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് വഴി കൂടെ ഓൺലൈൻ.in ആണ്. നമുക്ക് റീപ്ലേസ്മെന്റ് റീഫണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. നല്ല 8 ഡാർക്ക് ഷെയ്ഡ്സിൽ വരുന്ന ഐറ്റംസ് ആണ്. പിന്നെ വോയിൽ കോട്ടൺ ആയത് കാരണം നമുക്ക് വാഷ് ചെയ്യുമ്പോഴുള്ള കോട്ടന്റെ ഒരു ഡീമെറിറ്റ് പെട്ടെന്ന് ഷ്രിങ്ക് ആയി അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വരില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല സ്പെഷ്യൽ ഷെയ്ഡുകളാണ് എല്ലാം തന്നെ. ഫസ്റ്റ് ഒന്ന് വരുന്നൊരു ഗ്രീൻ, ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡ്, അല്ലെങ്കിൽ മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് കേട്ടോ. അതിലേക്ക് കോമ്പിനേഷൻ ഷെയ്ഡ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ടോണിൽ വരുന്നതാണ്. ചെറുതായിട്ട് അതിലൊരു ഗ്രീൻ ടച്ച് വരുന്നുണ്ട്. ജാം കോട്ടൺ ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് വിത്ത് കോട്ടൺ ബോട്ടം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് വരിക. നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു ഗ്രീൻ. നമുക്ക് ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 49+ ഉണ്ടായിരിക്കും. 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ സൈസ് 5XL 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സൈഡിലുള്ളതാണ് സ്ലീവ് പാർട്ട് വരുന്നത്. സ്ലീവ് കുറച്ചുകൂടി പ്രിന്റഡ് പാറ്റേണിലാണ് വരും. ഓക്കെ, ടോപ്പിന്റെ ലോവർ ഏരിയയിൽ ഇതുപോലൊരു നല്ല ഫിനിഷിംഗ് ആയിട്ടൊരു ലേസ് പാറ്റേൺ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വിത്ത് എംബ്രോയിഡറി ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡാണ് നല്ലൊരു ഡസ്റ്റി ഗ്രീൻ, അല്ലെങ്കിൽ മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. നല്ല കംഫർട്ടബിൾ ജാം കോട്ടൺ ആണ് ടോപ്പ്. അതിലേക്ക് ഇതുപോലെ വോയിൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ്. ഓഫ് വൈറ്റിലേക്ക് ഒരു ഡ്രോപ്പ് ഗ്രീൻ ഇട്ടിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ഷെയ്ഡാണ് ദുപ്പട്ടയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡാണ്. ആക്ച്വലി വീഡിയോ ഇത് കാണുമ്പോൾ ഗ്രീനും ക്രീമും ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് അങ്ങനെയല്ല, ക്രീം അല്ല, ഓഫ് വൈറ്റിലേക്ക് ഈ ഗ്രീൻ ഷെയ്ഡ് കുറച്ച് ഇട്ടിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓവറോൾ കാണുമ്പോൾ മാച്ച് ആണ്, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ക്രീം ഷെയ്ഡ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് വരുന്നൊരു മെറ്റാലിക് ബ്ലൂ ടോൺ ആണ്. മെറ്റാലിക് ബ്ലൂ എന്ന് പറയുമ്പോൾ അതിൽ ചെറുതായിട്ട് ആഷിന്റെ ഒരു ഹൈലൈറ്റും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഷെയ്ഡ് കേട്ടോ. കറക്റ്റ് മെറ്റാലിക് ബ്ലൂ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആണ്, പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു നോർമൽ ടൈപ്പ് ഡസ്റ്റി ടോൺ ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ടോപ്പ് വരിക. 49+ ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 50 ടോപ്പ് ലെങ്ത് ഉണ്ട്. 4XL സൈസാണ് കിട്ടുക. സൈഡ് പാർട്ടിൽ വരുന്ന ഈ ഒരു പ്രിന്റഡ് ഡിസൈൻ ഉണ്ടല്ലോ, നല്ല രസമുണ്ട്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഓവറോൾ വരുന്ന സമയത്ത്. സ്ലീവിലേക്ക് ആ ഒരു ഡിസൈൻ വരുമ്പോൾ ആ ഔട്ട്ഫിറ്റിന്റെ ഫുള്ള് ലുക്കിന്റെ മാറ്റം വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഇതുപോലെ വരിക, ഇങ്ങനെ വരുന്ന ബാക്ക് പാർട്ട്. ടോപ്പിന്റെ ലോവർ ഏരിയ ലേസ് വരുന്നുണ്ട്, മാച്ചിങ് ആയിട്ടുള്ളൊരു ലേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജാം കോട്ടൺ. ഇതിന്റെ ദുപ്പട്ട എന്ന് പറഞ്ഞത് ചെറുതായിട്ടൊരു ചെറിയ ചോക്ലേറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ക്യാമൽ ഷെയ്ഡിന്റെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതാണ് സെക്കൻഡ് വൺ വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ തേർഡ് ഷെയ്ഡ് വന്നിട്ട് ഒരു സ്പെഷ്യൽ കളറാണ്. എന്ത് ഷെയ്ഡ് എന്നാ പറയാ, അതൊക്കെ കളർ പറയാൻ കുറച്ച് ടാസ്ക്കാണ്. നല്ലൊരു ഷെയ്ഡ് കേട്ടോ. ഒരു മസ്റ്റാർഡ് യെല്ലോയിലേക്ക് കുറച്ച് നമുക്ക് ഗോൾഡ് ചേർത്ത് എങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ഷെയ്ഡ് കേട്ടോ. അങ്ങനെ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ക്ലോത്ത് എന്ന് പറയുന്നത് ജാം കോട്ടൺ ആണ്. അപ്പോൾ കോട്ടന്റെ ആ ഒരു കംഫർട്ടബിളും അതുപോലെ തന്നെ എന്താ പറയുക, ജാമിന്റെ പോലത്തെ ഒരു ബട്ടറി ഫീലും കൂടെ വരുന്നൊരു ക്ലോത്ത് ആണ് കേട്ടോ. സൈഡ് പാർട്ടിൽ വരുന്നതാണ്. നല്ല ഷെയ്ഡിങ് ആണ്, നല്ല കോമ്പിനേഷൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാണ് സ്ലീവ് പാർട്ട് വരിക. അതാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓവറോൾ ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത്. ടോപ്പിന്റെ ലോവർ ഏരിയ കേട്ടോ ഇതുപോലൊരു നല്ല ഫിനിഷിംഗ് വരുന്ന ലേസും കൂടെ വരുന്നുണ്ട് വിത്ത് ഒരു എംബ്രോയിഡറി കേട്ടോ. 50 ഒക്കെ ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. നമുക്കൊരു എന്താ പറയാ 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഒരു ചെറിയ ഒരു ചോക്ലേറ്റ് ടച്ച് വരുന്നത്, വളരെ ലൈറ്റ്. ഓഫ് വൈറ്റിൽ കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെ കേട്ടോ. അതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലൂയിഷ് ഗ്രേ ടോൺ ആണ് വരുന്നത്. ബ്ലൂയിഷ് ഗ്രേ ആണ് ടോൺ വരുന്നത്. ഗ്രേ ഷെയ്ഡാണ്, ചെറുതായിട്ടൊരു ബ്ലൂ മിക്സ് വരുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ സ്ലീവിൻ്റെ ആ ഒരു കോമ്പിനേഷൻ രക്ഷയില്ല, നല്ല കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. 50 ആയിരിക്കും. 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് ആണ്. സൈഡ് പാർട്ടിലുള്ളതാണ് സ്ലീവ് പോർഷൻ വരുന്നത് കേട്ടോ. നമുക്ക് ഫുൾ സ്ലീവ് വരെ ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും. ഇതാണ് ടോപ്പ് വരിക. അതിലേക്ക് എന്ത് ഷെയ്ഡാ പറയാ, ഒരു ഐവറി ടച്ച് വരുന്നതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. ഐവറി ഷെയ്ഡാണ് ദുപ്പട്ട. വോയിൽ കോട്ടൺ ആണ് ദുപ്പട്ട വരിക. അത്യാവശ്യം ലെങ്ത്തും സൈസൊക്കെ വരുന്ന ദുപ്പട്ടയാണ് വരിക. ഫോർത്ത് ഷെയ്ഡ് കേട്ടോ. അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഫിഫ്ത്ത് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു സ്പെഷ്യൽ ഷെയ്ഡാണ്. ആക്ച്വൽ വയലറ്റ്. ആ വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. അതും ഡസ്റ്റി ടോൺ ആണ് കേട്ടോ. വയലറ്റ് ഷെയ്ഡ് അല്ലേ, അല്ലേ വയലറ്റ് കളറാണ് വരുന്നത്. ഞാനുള്ളത് അതിൻ്റെ ഒരു പേർപ്പിൾ കളർ വരുന്നതാണ്. ഇത് കറക്റ്റ് വയലറ്റ് ഷെയ്ഡ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് അല്ല, ഡാർക്ക് ആണ്. ടോൺ ഉണ്ടെങ്കിലും ഡസ്റ്റി ആണ് കേട്ടോ വരുന്നത്. ഡസ്റ്റി ഡാർക്ക് ടോൺസ് ആണ്.
ടോപ്പിന്റെ ലെങ്ത് 49 to 50 ആണ് വരിക. സൈഡ് പാർട്ടിലെ ഷെയ്ഡുകൾ നോക്കിയ കോമ്പിനേഷൻ ഓഫ് വയലറ്റിന്റെ തന്നെ പല പല ഷെയ്ഡുകളാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ഡിസൈനാണ് സ്ലീവ് വരുന്നത് കേട്ടോ. സ്ലീവിന്റെ ലോവർ ഏരിയയിലും ടോപ്പിന്റെ ലോവർ ഏരിയയിൽ ഇതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ജാം കോട്ടൺ കേട്ടോ. കോട്ടൺ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് വിത്ത് വോയിൽ കോട്ടൺ ദുപ്പട്ട. ഇതിന്റെ ഷെയ്ഡ് എന്നുള്ളത് നല്ലൊരു പിങ്കിഷ് പീച്ച് ടോൺ ആണ് വരുന്നത്. ലൈറ്റ് ഷെയ്ഡ് കേട്ടോ. പിങ്കിഷ് പീച്ച് ടോണിന്റെ ലൈറ്റർ ടോൺ ആണ് വരിക. 5th ഷെയ്ഡ് വരുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു എന്താ പറയാ, ഒരു ബ്ലൂയിഷ് ആഷ് തന്നെയാണ്. പക്ഷെ ബ്ലൂയിഷ് ആഷ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, മെറ്റാലിക് ബ്ലൂവിൽ ഒരു ആഷ് വന്നിട്ടല്ലേ. ഇത് കറക്റ്റ് ഗ്രേ കളർ എന്ന് പറയാം. ഗ്രേ ടോൺ വരുന്നത്. ബ്ലൂ ടച്ച് വരുന്ന ഒരു ഗ്രേയിലേക്ക് കുറച്ച് ഇൻഡിഗോ ഷെയ്ഡ് ആഡ് ചെയ്തേക്കുണ്ടായിരിക്കും. അങ്ങനെ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ ക്ലോത്ത് കേട്ടോ. 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. ടോപ്പിന്റെ ലോവർ ഏരിയ നോക്കി നോക്കിയേ, എംബ്രോയിഡറി ഉണ്ട്, പ്ലസ് അതിന്റെ കൂടെ ലേസും കൂടെ വരുന്നൊരു പാറ്റേൺ ആണ്. സൈഡ് പാർട്ടാണ് സ്ലീവ് ഏരിയ വരുന്നത്. മെയിൻ ഹൈലൈറ്റ് ടോപ്പിന്റെ സ്ലീവ് ആണ് കേട്ടോ. ആ മൾട്ടി കളേഴ്സ് ഒക്കെ കൂടെ വരുമ്പോഴതിന്റെ ഒരു ഭംഗി. അതിലേക്ക് നല്ലൊരു പിങ്കിഷ് പീച്ച് ടോൺ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. വോയിൽ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഈ വോയിൽ കോട്ടണിൽ ശരിക്കും നോക്കി നോക്കിയാൽ കേട്ടോ, ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ വിസിബിൾ ആയിരിക്കും. കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു എന്ത് ഷെയ്ഡ് പറയാ, ജസ്റ്റ് ഒരു കോഫി ഷെയ്ഡാണ്. കോഫി എന്ന് പറയുമ്പോൾ കോഫി ബ്രൗൺ എന്ന് പറയാൻ പറ്റുമോ? കോഫി എന്നും പറയാൻ പറ്റുന്നില്ല. ശരിക്കും എന്ത് ഷെയ്ഡാ? കറക്റ്റ് കോഫി അല്ല, ഒരു മെഹന്തി മിക്സ് ആയിട്ടൊരു കോഫി, അല്ലെങ്കിൽ ഒരു കൗഡൻ മിക്സ്ഡ് ആയിട്ടൊരു കോഫി ഷെയ്ഡാണ് വരുന്നത്. കറക്റ്റ് കോഫി എന്ന് പറയുമ്പോൾ കോഫി പൗഡറിന്റെ ആ ഒരു ഷെയ്ഡ് അല്ല, ഒരു മെഹന്തി ടച്ച് വരുന്നൊരു ടൈപ്പ് കോഫി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതാണ് സൈഡിലുള്ളതാണ് ഇതിന്റെ സ്ലീവ് പാർട്ട് വരുന്നത്. നല്ല കോമ്പിനേഷൻ വരുന്നത്. അതിലേക്ക് നല്ലൊരു ഐവറി ടോണിൽ വരുന്ന ചിക്കു ടോണിൽ വരുന്ന ദുപ്പട്ട. ഓക്കെ, ദുപ്പട്ട എന്നുള്ളത് വോയിൽ കോട്ടൺ ആണ് വിത്ത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. മൾട്ടി കളറായിട്ട് ഫ്ലോറൽ ഡിസൈൻ കേട്ടോ. ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നെട്ട് കളർ കേട്ടോ. പേർപ്പിൾ കളറാണ് വരിക. പേർപ്പിൾ വിത്ത് പിങ്ക് ഷെയ്ഡ്, ബേബി പിങ്ക് ആണ് ടോൺ വരുന്നത് കേട്ടോ. 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് ഉണ്ടായിരിക്കും. നല്ല കോട്ടൺ ബോട്ടം. അതുപോലെ തന്നെ സ്ലീവ് പാർട്ട് ഇങ്ങനെ സെപ്പറേറ്റ് വരും. ഓക്കെ, അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ടോപ്പിന്റെ ലോവർ ഏരിയ ഇതുപോലൊരു സ്കാലപ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ലേസ് വരുന്നുണ്ട്. പ്ലസ് ഒരു എംബ്രോയിഡറി ഡിസൈൻ കൂടെ വരുന്നത്. ദുപ്പട്ടയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ആ ഒരു എംബ്രോയിഡറിയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് വോയിൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് ഒരു പിങ്ക്, ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ലാസ്റ്റ് വന്ന്. ഞാനൊക്കെ സെയിം ഷെയ്ഡ് വരുന്നത്. ഓക്കെ, അപ്പൊ 8 കളേഴ്സ് ആണ്. 8 നല്ല അടിപൊളി ഷെയ്ഡാട്ടാ. ആക്ച്വലി ഇതിന്റെ ക്ലോത്തും അതുപോലെ തന്നെ ആ ഒരു സ്ലീവ് ഒക്കെ കൂടെ മൊത്തം ഓവറോൾ ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ എക്സാക്ട് ലുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പൊ ജാം കോട്ടൺ ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ അത് നമ്പർ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രയുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് വരാം. അതിലേക്ക് ബൈ.